ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂലൈ 27 തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലോക്സഭയിൽ എത്രാം തവണയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത്? ഉത്തരം ആദ്യ തവണ. കോൺഗ്രസിന് ലോക്സഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത് 10 വർഷത്തിനു ശേഷം ഇതാദ്യമാണ്. മൊത്തം സീറ്റുകളുടെ 10% താഴെയുള്ള കക്ഷിക്ക് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാനാവില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കുന്ന നെഹ്റു കുടുംബത്തിലെ മൂന്നാമത്തെ അംഗമാണ് രാഹുൽ. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ പദവി വഹിച്ചിരുന്നു. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയുമായ JP നഡ്ഡയാണ് രാജ്യസഭയുടെ നേതാവ്. സഭാ നേതാവായിരുന്ന പീയൂഷ് ഗോയൽ ലോക്സഭാ അംഗമായതിനെ തുടർന്നാണ് നഡ്ഡയെ തിരഞ്ഞെടുത്തത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രിയാണ് ലോക്സഭയുടെ നേതാവ്. പ്രധാനമന്ത്രി ലോക്സഭാ അംഗമല്ലാത്ത പക്ഷം കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിയാണ് സഭാ നേതാവായി പ്രവർത്തിക്കുക. നിലവിലെ സംസ്ഥാന മന്ത്രിസഭയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ മന്ത്രി? ഉത്തരം OR കേളു. വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനമൊഴിഞ്ഞതോടെയാണ് നിയമനം. സംസ്ഥാന ചരിത്രത്തിൽ പട്ടികവർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് OR കേളു. PK ജയലക്ഷ്മിയാണ് ആദ്യത്തെ മന്ത്രി. നിയമസഭയിൽ OR കേളു മാനന്തവാടിയെ പ്രതിനിധാനം ചെയ്യുന്നു. K രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും പാർലമെന്ററി കാര്യം മന്ത്രി MB രാജേഷിനും അധികമായി നൽകി. 2024 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത്? ഉത്തരം ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബാണ് ചുണ്ടൻ തുഴഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനത്തായി. കേരളത്തിലെ ജലോത്സവങ്ങൾ ആരംഭിക്കുന്നത് മിഥുനമാസത്തിലെ മൂലം നാളിൽ പമ്പാ നദിയുടെ കൈവഴിയായ ചമ്പക്കുളത്താറ്റിൽ നടത്തുന്ന മൂലം വള്ളംകളിയോടു കൂടിയാണ്. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ മൂന്നാമത്തതും അവസാനത്തതുമായ സ്വയം നിയന്ത്രിത ലാൻഡിംഗ് പരീക്ഷണം ISRO വിജയകരമായി നടത്തി. RLVയുടെ പേര്? ഉത്തരം പുഷ്പക്. 2024 ജൂൺ 23 കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക് ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. ഹാരി പോട്ടറിനെ ആദ്യം അവതരിപ്പിച്ച സീരീസിലെ ആദ്യ പുസ്തകത്തിന്റെ കവർ ചിത്രം അടുത്തിടെ ന്യൂയോർക്കിൽ ലേലത്തിന് വെച്ചു. ഏത് പുസ്തകം? ഉത്തരം ഫിലോസഫേഴ്സ് സ്റ്റോൺ. തോമസ് ടെയ്ലറുടെ ജലഛായ ചിത്രം പുറംചട്ടയായ ഈ നോവൽ 1997 ജൂൺ 2 പുറത്തിറങ്ങിയത്. ലേലത്തിൽ ചിത്രത്തിന് ഏകദേശം 15.85 കോടി രൂപ ലഭിച്ചു. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോട്? ഉത്തരം ആദ്യത്തെ. നീറ്റ് UG, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിക്ക് സംഭവിച്ച വീഴ്ചകൾ അന്വേഷിക്കുന്ന 7-അംഗ ഉന്നതതല സമിതിയുടെ മലയാളിയായ അധ്യക്ഷൻ? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണൻ. ISROയുടെ മുൻ ചെയർമാനാണ്. ക്രിക്കറ്റ് മത്സരങ്ങളിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയിസ് ടേൺ നിയമത്തിന്റെ സ്രഷ്ടാക്കളിലൊരാൾ അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ചു. പേര്? ഉത്തരം ഫ്രാങ്ക് ഡക്വർത്ത്. മഴ കാരണം മത്സരങ്ങൾ മുടങ്ങുമ്പോൾ വിജയികളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് DLS നിയമം. ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യനായ ഡക്വർത്തും ഗണിതശാസ്ത്രജ്ഞനായ ടോണി ലൂയിസും ചേർന്നാണ് നിയമം ആവിഷ്കരിച്ചത്. 1997 മുതൽ
ക്രിക്കറ്റിൽ ഈ നിയമം പരീക്ഷിച്ചു തുടങ്ങിയെങ്കിലും 2001-ലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. ഡക്വർത്ത് ലൂയിസ് എന്നറിയപ്പെട്ടിരുന്ന നിയമം ഓസ്ട്രേലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായ സ്റ്റീവൻ സ്റ്റേണിന്റെ അപ്ഡേറ്റുകൾ കൂടി ചേർത്തതോടെ 2014 മുതൽ ഡക്വർത്ത് ലൂയിസ് സ്റ്റേൺ എന്ന പേരിൽ അറിയപ്പെട്ടു. കളിച്ച ഓവറുകൾ, നഷ്ടപ്പെട്ട വിക്കറ്റുകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് DLS നിയമപ്രകാരം ജേതാക്കളെ നിശ്ചയിക്കുന്നത്. 2020-ൽ ടോണി ലൂയിസ് അന്തരിച്ചിരുന്നു. ബ്രിട്ടീഷ് ബാലനായ ഓറൻ നോൾസൺ അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ്? ഉത്തരം: അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന ആദ്യ വ്യക്തി എന്ന നിലയിൽ. ചിപ്പ് ഘടിപ്പിച്ചതോടെ പകൽ നേരങ്ങളിലെ അപസ്മാര പ്രശ്നങ്ങൾ 80% കുറഞ്ഞു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായി ഭൂമിയിൽ മടങ്ങിയെത്തിയ ചൈനയുടെ പേടകം. ഉത്തരം: ചാങ്ങി 6. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച ആദ്യ പേടകമാണ്. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ വിദൂരവശത്തെ കല്ലും മണ്ണുമാണ് ശേഖരിച്ചത്. US-ഉമായുള്ള കുറ്റസമ്മത കരാറിന്റെ അടിസ്ഥാനത്തിൽ വിക്ലി സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി. ഏത് കേസിലാണ് അസാഞ്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടത്? ഉത്തരം: US-ന്റെ ലക്ഷക്കണക്കിന് അതിസുരക്ഷാ രേഖകൾ 2010 മുതൽ വിക്ലീസിലൂടെ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധരേഖകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. US സൈന്യത്തിന്റെ ക്രൂരതകൾ പുറത്തു വന്നതാണ് അമേരിക്കയെ പ്രകോപിച്ചത്. ചാരവൃത്തി നടത്തിയെന്ന US-ലെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷം 2 മാസവുമായി ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിലായിരുന്നു ഓസ്ട്രേലിയക്കാരനായ അസാഞ്ച്. 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മോചനം. അനീതികൾ സംബന്ധിച്ച രഹസ്യരേഖകൾ പരസ്യപ്പെടുത്താനുള്ള വെബ്സൈറ്റ് എന്ന നിലയിലാണ് അസാഞ്ച് 2006-ൽ വിക്ലി സ്ഥാപിച്ചത്. 2024-ലെ പെൻ പിന്റർ സാഹിത്യ സമ്മാന ജേതാവ്. ഉത്തരം: അരുന്ധതി റോയ്. ധീരവും അചഞ്ചലവുമായ രചനകളുടെ പേരിലാണ് പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന മനുഷ്യാവകാശ സംഘടനയായ ഇംഗ്ലീഷ് പെൻ നോബൽ ജേതാവായ ബ്രിട്ടീഷ് നാടകകൃത്ത് ഹെറോൾഡ് പിന്ററുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണിത്. 1997-ൽ ബുക്കർ സമ്മാനം നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെയാണ് അമ്മ വഴി മലയാളിയായ അരുന്ധതി റോയ് രാജ്യാന്തര പ്രശസ്തി നേടിയത്. 2024 ജൂൺ 23-ന് യാത്രാവിമാനത്തിന്റെ വലുപ്പമുള്ള ഏത് ചിഹ്നഗ്രഹമാണ് ഭൂമിയിൽ നിന്ന് 56 ലക്ഷം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോയത്? ഉത്തരം: 2024 KNI. മണിക്കൂറിൽ 16,500 കിലോമീറ്റർ ആയിരുന്നു വേഗം. 2038 ജൂലൈ 12-ന് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചേക്കുമെന്നാണ് നാസയുടെ മുന്നറിയിപ്പ്. ലോകത്ത് എത്ര ജീവജാലങ്ങൾ വംശനാശ ഭീഷണിയിലാണെന്നാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റിപ്പോർട്ട്? ഉത്തരം: 45,300-ലേറെ. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി. ഉത്തരം: വിക്രം മിസ്രി. ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവ് എന്ന പദവി വഹിച്ചു വരികയായിരുന്നു. യൂറോപ്യൻ കമ്മീഷന്റെ അധ്യക്ഷനായി പുനർനിയമനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: ഉർസുല ഫോൺ ഡെർ ലെയൻ. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.